എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകാൻ പോകുന്നത് പാലക്കാട് പല്ലശ്ശേന പഞ്ചായത്തിലെ കൂടല്ലൂരിലേക്കാണ്. പല്ലശ്ശേന പഞ്ചായത്ത് നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരുപാട് കലാകാരന്മാരെ കൂടി സമ്മാനിച്ചൊരു പഞ്ചായത്താണ്. ഇവിടെ കണ്ണിയാർ കളിയും പൊറോട്ട് കളിയും അതുപോലെ തന്നെ നല്ല ചെണ്ടമേളവും ഇതെല്ലാം ഇവിടുത്തെ ലോക പ്രശസ്തമാണ്. അതുപോലെ തന്നെ പ്രസിദ്ധമായ ഓണത്തല്ല് നടക്കുന്നതും പല്ലശ്ശേനയിലാണ്. ഇവിടെ പഴയകാവിലമ്മ ഭഗവതി ക്ഷേത്രം, ഇവിടേക്ക് ഒരുപാട് പേര് വെളിയിൽ നിന്ന് പോലും വരാറുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് പോലും. പാലക്കാട് കൊടുവായൂരിൽ നിന്ന് പല്ലശ്ശേന വഴിയാണ് കൂടല്ലൂരിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളവിടെ കണ്ട കുറേ ഗ്രാമക്കാഴ്ചകൾ അതും പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുമ്പ് ഒരു ചെറിയ മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ മഴ വരുമെന്ന് വിചാരിച്ചെങ്കിലും മഴ വന്നില്ല. അതുകൊണ്ട് യാത്ര അടിപൊളിയായിരുന്നു. ഒരു 7 കൊല്ലം മുമ്പൊക്കെ ഈ വഴി വരുമ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും ഇവിടെ വലിയ മാറ്റമൊന്നുമില്ല. ആ പഴയ തനിമ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പം രാവിലെ സമയം 7:30. അവിടെ ഒരു ചേട്ടൻ യൂറിയ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി അതൊരു വേറെ ലെവലാണ്. കാരണം ആ ദൃശ്യങ്ങൾ എത്ര കണ്ടാലും മതിയാവില്ല. അവിടെ ഒരു സിനിമൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് അതുവരെ പോയിട്ട് വരാം. അവിടെ ധ്യാൻ ശ്രീനിവാസനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ വഴി കാണാൻ എന്താ രസമല്ലേ. 2 സൈഡും തെങ്ങുകളും പാടങ്ങളും, അതിൽ നടുക്കൊരു ചെറിയ വഴി. ഇതുപോലുള്ള വഴികളിലൊക്കെ രാവിലെ തന്നെ വെറുതെ നടക്കാൻ തന്നെ നല്ല സുഖമാണ്. ഇതെല്ലാം സിനിമാക്കാരുടെ വണ്ടികളാണ്. നമ്മളെന്തായാലും ഒരുപാട് അങ്ങോട്ട് പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കൂടല്ലൂരിലോട്ട് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ കോട്ടയം നസീർ ചേട്ടനെ കണ്ടു. പുള്ളിയാണ് പോകുന്നത്. രാവിലെ തന്നെ തൊഴിലുറപ്പ് ചേച്ചിമാരൊക്കെ അവരുടെ പണിസ്ഥലങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഒരു അപ്പൂപ്പനല്ലേ രാവിലെ തന്നെ ഒരു കൈക്കോട്ടെടുത്ത് പുള്ളി ഒറ്റയ്ക്ക് വന്നതാണ്. ഇതൊരു കളമാണ്. ഇതിനകത്ത് നിറയെ തെങ്ങും തോപ്പും അതുപോലെ തന്നെ പാടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ കുറേ നേരമായിട്ട് നെൽപ്പാടങ്ങളെല്ലാം കാണുമല്ലേ. നമുക്കിനി കുറച്ചൊന്ന് പച്ചക്കറി കൃഷി കണ്ടല്ലോ. ഒരു പഴയ ബോർഡ് ഉണ്ടായിരുന്നു, പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ. അവിടെ കാണുന്നതാണ് നമ്മുടെ പച്ചക്കറി കൃഷി. എന്തായാലും നമ്മൾ വന്നത് കൂടല്ലൂരിലേക്കാണല്ലോ. അങ്ങനെ ഇതാണ് നമ്മൾ കൂടല്ലൂരെത്തി. അവിടുത്തെ ആൽമരവും അമ്പലവും പിന്നെ അതിന് ചുറ്റിപ്പറ്റിയ കുറേ കടകളും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ പഴയ കാലത്തേക്ക് പോകും. അപ്പോൾ ആദ്യം ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ചെറിയ ചായക്കടയിൽ കയറി. അവിടെ പോയിട്ട് ഉള്ളിപ്പക്കോടിയും 2 ചായയും പറഞ്ഞു. എനിക്കിതുപോലുള്ള ചെറിയ ചെറിയ ചായക്കടകളിൽ കയറി ചായ കുടിക്കാനാണ് ഇഷ്ടം. 2 ചായയും 1 പ്ലേറ്റ് പക്കോടയും കൂടെ 30 രൂപയായുള്ളൂ. ഇതായി കാണുന്നതില്ലേ, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ കടയാണ്. ഇവിടെ ഒരുപാട് സിനിമൻ്റെ ലൊക്കേഷനാണ്. ഇപ്പോൾ കൂടെ ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ സെറ്റ് ഇട്ടിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയുള്ളൂ. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് ഏതോ 1990-കളിലെല്ലാം വന്ന ആ ഒരു ഫീലിംഗ് ആണ്. എന്തായാലും ആ കടയുടെ മേലെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കൊന്നും അറിയാലോ. ഒരു മരത്തിൻ്റെ സ്റ്റെപ്പാണ് അവിടെ വെച്ചിരുന്നത്. അടിപൊളി. മേലെ എന്താ ലുക്ക് അല്ലേ. പഴയ ക്ലബ്ബുമാരെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. എന്തായാലും കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. അവിടെ കണ്ടൊരു കോട്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉള്ളിൽ നിറച്ചത് വെറും കാറ്റല്ല, ഒരു ജനതയുടെ വികാരമാണ്. നമ്മൾ മലയാളികൾക്ക് പണ്ട് മുതലേ ഫുട്ബോൾ ഒരു വികാരമാണല്ലോ. അവിടെ വിൻറ്റേജ് ലാലേട്ടൻ്റെയും മമ്മൂക്കൻ്റെയും ജയറാമേട്ടൻ്റെയും എല്ലാം ഫോട്ടോസ് നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഇതുപോലെ ബാർബർ ഷോപ്പുകളിൽ മുടിവെട്ടാൻ പോകുമ്പോഴാണ് സിനിമാ മംഗളത്തിൻ്റെയും ഞാനെൻ്റെ എല്ലാം ചിത്രങ്ങളെല്ലാം വെച്ച് അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും ചുമരുകളിൽ. മറഡോണയും 1983 കപ്പ് നേടിയ കപിൽ ദേവിൻ്റെയും അങ്ങനെ നിറയെ പഴയ നമ്മുടെ മഹാരഥന്മാരുടെ ഫോട്ടോകൾ. എന്തായാലും ഇത് കാണുമ്പോൾ നമുക്ക് പഴയ കാലത്ത് ഏതോ ഒരു ക്ലബ്ബ് പോലെ തന്നെയുണ്ട്. അങ്ങനെ ആ ക്ലബിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴോട്ട് വന്നു. പഴയ പാലക്കാടിലെ വീടുകളും ഇതായി കാണുന്ന ഒരു കാവാണ്. ഈ ഒരു കവല നിങ്ങൾ പല സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഞാനെന്തായാലും ഏത് സിനിമയാണെന്നൊന്നും ചോദിച്ചില്ല. കാരണം അവൻ തന്നെ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സിനിമ ഷൂട്ടിംഗ് വരാറുണ്ട്, അവർ പെയിൻ്റെല്ലാം മാറ്റി അടിക്കാറുണ്ട് എന്നൊക്കെ.
ആ കട അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാൻ. ആ കട ഈ സിനിമയ്ക്ക് വേണ്ടി അടിച്ചതാണെന്നാണ് പറഞ്ഞത്, ആ മോഹൻലാലിൻ്റെ ഫോട്ടോ. അപ്പോഴാണ് അവിടെ ഒരു വാന് വന്നത് നമ്മുടെ സ്കൂൾ കുട്ടികളെല്ലാം കയറാൻ വേണ്ടിയിട്ട്. എന്താല്ലേ നല്ല അടിപൊളി കാഴ്ചകൾ. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇനി പോകുന്ന പോക്ക് നമുക്കൊരു നല്ലൊരു ചെറിയ കടയിൽ കയറിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോവാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് നെമ്മാറ പാലക്കാട് റൂട്ടാണ്. ഈ വഴി ഒരു 15-16 കിലോമീറ്റർ കഴിഞ്ഞാൽ പാലക്കാട് ടൗണെത്തും. കൊടുവായൂർ വഴിയാണ് പോകുന്നത്. ഈ വഴിയും അടിപൊളി കേട്ടാ. ഫസ്റ്റെല്ലാം ഈ വഴിയിലൂടെ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ പോയിരുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം പ്രൈവറ്റ് ബസ്സുകളെല്ലാം കമ്മിയായി, എല്ലാവരും സ്വന്തം വാഹനമായി. എന്നിരുന്നാലും താരതമ്യേന മറ്റു റോഡുകളെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് കമ്മിയാണ്. എന്നാലും സമയം പോയതറിഞ്ഞില്ല. ഇപ്പോൾ 9:15. നമ്മൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ 2-2.5 മണിക്കൂർ എങ്ങനെ പോയെന്നറിയില്ല. നല്ല വിശപ്പുണ്ട്. നമുക്ക് ആ കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ഇവിടെ രാവിലെ കഴിക്കാൻ റോസ്റ്റും ഇഡ്ഡലിയും പൊറോട്ട ഊത്തപ്പം അങ്ങനെയെല്ലാം ഉണ്ട്. ഞാനെന്തായാലും ഒരു റോസ്റ്റ് പറഞ്ഞു. റോസ്റ്റിന് ഒരു ചമ്മന്തിയും ഒരു മിളക് ചട്നിയും പിന്നെ കുറച്ച് സാമ്പാറുമാണ്. റോസ്റ്റ് അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന പോക്ക് ഒരുപാട് വലിയ ഹോട്ടലെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ എന്താണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷത്തിലിരുന്ന് കഴിക്കുക, ഒരു സമാധാനമായിട്ട്. അവിടെ കണ്ണാടിക്കൂട്ടിൽ നല്ല പൂരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂരി കൂടെ വാങ്ങി, പൂരിയും മസാലക്കറിയും. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഓലമേലെ ചെറിയ ചായക്കടയും വായിക്കാനൊരു മലയാള പേപ്പറും. ആഹാ, സ്വർഗം. എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പോകാൻ സമയമായി. എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.